കത്തുന്നില്ലല്ലോ. ഇതാമാരെ നമ്മളെ പറ്റിച്ചു. ഓ ഓ ഓയ് ഇതിങ്ങനെ നമ്മുടെ ചുറ്റും ഇട്ടിട്ട് ഇതാ കളരിപ്പറ്റ്. ഹലോ ഗൈസ്, ഒന്നും നോക്കിയില്ല, വിഷു ആണ്. 200 രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ പൊട്ടിക്കാനും കത്തിക്കാനും വേണ്ടി മേടിച്ചിരിക്കുന്നത്. ലാവിഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കളർ മാച്ചസ്. ഇതിങ്ങനെ ഈ പച്ച കളറിൽ ഇങ്ങനെ നമുക്ക് തീപ്പെട്ടി പോലെ കത്തിക്കാൻ പറ്റുന്ന ചെറിയ സംഭവമാണ്. നമ്മൾ ഒച്ചപ്പാടും ബഹളമുള്ള ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ചെറിയ ചെറിയ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള രീതിയിലുള്ള കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയിരിക്കുന്നത്. വെറും 200 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇതാ പിന്നെ ഈ സംഭവം ആണോ, ഇത് നിങ്ങൾ തീ കത്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ പെട്ടപ്പെട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടും. അപ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു 3 വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേണ്ട ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവം കമ്പിത്തിരി ഇല്ലാണ്ട് എന്ത് വിഷു അല്ലേ. പിന്നെ പൂത്തിരി ബിഗ്, പിന്നെ സ്മോൾ പൂത്തിരി, പിന്നെ ഇതാ നിലച്ചക്രം. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നിലച്ചക്രം. ഇതിങ്ങനെ നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് കറങ്ങും. ഇതാണ് ഇങ്ങനെ വള്ളിയാണ് സംഭവം. ഇതിലിങ്ങനെ ഫുള്ള് മരുന്നാണ്. ഇതിങ്ങനെ ഫുൾ വള്ളി പോലെ നമുക്ക് നീട്ടാം. എന്നിട്ട് ഒരറ്റത്ത് തീ കൊടുത്തിട്ട് കറക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സംഭവം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കാം. ബാ അപ്പുറം നടക്ക്, താഴെ പോയിട്ട് പൊട്ടിക്കാം. അപ്പുറം ലൈറ്റർ കയ്യിലില്ലേ, ഗേറ്റ് തുറന്നോ. അപ്പോൾ നമുക്ക് ആദ്യം എന്തെടുക്കാം? ആദ്യം നമുക്ക് നമ്മുടെ അപ്പുറം പിടിക്കണം കേട്ടോ, കളർ മാച്ചസ്. അപ്പോൾ ഇതാണ് കളർ മാച്ചസ്. എന്താ സംഭവം എന്നറിയോ? നോക്കിയോ, ഇതിങ്ങനെ ഇതിലേക്ക് അരച്ചു കഴിഞ്ഞാൽ തനമ്പം തീപ്പെട്ടി തന്നെ. അയ്യാ എൻ്റെ കൈ പൊള്ളി. ഇതൊന്നും കൂടെ കത്തിക്കാം. ഇതിന് വേറെ കളർ ഉണ്ടോ എന്ന് നോക്കാം. ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് അടുത്തേക്ക് പേടിച്ച് നിൽക്കല്ലേ, ഇതിങ്ങനെ നിൽക്കുക. ഉണ്ടോ, താഴെയിടൊന്നും വേണ്ട. അതിൽ നിന്ന് ഇങ്ങനെ മരുന്ന് തെറിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കൈ പൊള്ളിയത്. ഓക്കെ, പൂത്തിരി. അപ്പുറം കത്തിക്കോ? പേടിയാണോ? ആണോ, പേടിയാ? എന്നാ പാ അപ്പുറം, ഞാൻ പറയുമ്പോൾ ഓടണം കേട്ടോ. ഇവിടെ നിന്നോ, ഇവിടെ വെക്ക്. അപ്പയുടെ ബാക്കിൽ നിന്നോ, ഇവിടെ നിന്നോ. എന്നിട്ട് ഞാൻ പറയുമ്പോൾ ഓടണം കേട്ടോ. അപ്പുറേ ഓടിക്കോടാന്ന് പറയുമ്പോൾ ഓടണം കേട്ടോ. റെഡി, 1 2 3. ഓടിക്കോ. അപ്പുറം ഡാൻസ് കളിക്കണം കേട്ടോ. ഓയ് എങ്ങനെയുണ്ട്? ഇതെന്താ പേടിച്ചേക്കണേ അമ്മ? ഇവിടെ നോക്ക്, ഒരാൾ പേടിച്ച് ഒളിച്ചേക്കണേ. അപ്പുറം ഇങ്ങോട്ട് പോ. വാ നമുക്ക് പൊട്ടിച്ച് നോക്കാം അല്ലേ? ഓക്കെ, കമോൺ. ഓക്കെ, അപ്പുറം അതെ ഒരാൾ ഒളിച്ചു നിൽക്കുന്ന അവിടെ. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് അടുത്തേക്ക് വാ. കൈസ 10 രൂപേൻ്റെ ഐറ്റമാണ്, നല്ല മുതൽ സാധനം. 10 രൂപയുള്ളതിന് അതൊന്നും കൂടെ പൊട്ടിക്കാം അല്ലേ? 10 രൂപയുടെ മുതൽ സാധനം. ഈ വിഷുവിന് ഏറ്റവും മുതലായത് അതാ, 10 രൂപയ്ക്ക് അത് മേടിച്ചത്. എങ്ങനെയുണ്ട്? ഇനിയാണ് മക്കളെ, ഇതാ അടിപൊളി സാധനം, നമ്മുടെ നിലച്ചക്രം. എനിക്ക് തോന്നുന്നത് കറങ്ങി ഇത് അങ്ങോട്ടേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പണിയാ, നമുക്ക് ഇവിടെ വെക്കാം അല്ലേ? യെസ്, വാ ഇതാണ് ഏറ്റവും വെറൈറ്റി എന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു കണ്ടോ, ഇത് വള്ളി. ഞാൻ ഇത്രയും കാലമായിട്ട് ഈ സംഭവം കണ്ടിട്ടില്ല ഇതുവരെ. ഇത് പൊട്ടില്ല. ഇത് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് പുള്ളി പറഞ്ഞത് ഇത് കത്തിച്ചിട്ടിട്ട് കറക്കാനാണ് പറഞ്ഞത്. നമ്മുടെ മുഖത്ത് വല്ല തീയും പിടിക്കുമോ എന്നുള്ളത് അറിയില്ല. നോക്കട്ടെ, നമുക്ക് പരീക്ഷിക്കാം. ഇതൊക്കെ ഒന്ന് തട്ടിക്കളയട്ടെ, കത്തിച്ചിട്ടിട്ട് കറക്കാം. യെസ്, കത്തിച്ചിട്ടുണ്ട് ഗൈസ്. കാണണ്ടോ? യെസ്, പ്രത്യേകത ഒന്നുമില്ല. ഇതിങ്ങനെ തന്നെ, ഇതിങ്ങനെ നമ്മുടെ ചുറ്റും ഇട്ടിട്ട് കളരിപ്പറ്റ് കേട്ടുപോയി. ഒരുപാട് കളരിപ്പറ്റിന് ഇത് പറ്റില്ല ഗൈസ്. ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓവർ വീശിക്കഴിഞ്ഞാൽ ഉണ്ടോ, ഇതൊരു രസം. ഇത് കുറേ പേര് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇതിനൊരു രസം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഉണ്ടോ, ഇത്രേ ഉള്ളൂ സംഭവം. ഇപ്പം രസമല്ലേ? കാണുന്നുണ്ടോ? ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാലൊക്കെ രസം ഉണ്ടാവും. ഞാൻ ആ ഇരുട്ടത്തേക്ക് പോവാം. ഇതിങ്ങനെ ഒരു രസമുണ്ടോ? അത്രേ ഉള്ളൂ സംഭവം.
ഇപ്പം എങ്ങനെയുണ്ട്? കൊള്ളാം. ഇത് കുറേ നേരം കിട്ടും കേട്ടോ. ഇതിനെത്ര 10 രൂപയായിരുന്നു. ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാൽ മതി, കുറേ നേരം കിട്ടുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നൊരു കുറേ ആൾക്കാർ ഒരുമിച്ച് നിന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടോ. കണ്ടോ ചെറിയ തീ വരുന്ന വലിയ ഡേഞ്ചറൊന്നുമല്ല സംഭവം, ഡേഞ്ചറേ അല്ല. ബാ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ വെറുതെ ചുമ്മാ പിടിച്ചോണ്ടിരുന്നായി. പിടിച്ചോ ചേട്ടാ നീ. കണ്ടോ, ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് ചുമ്മാ ആട്ടിക്കോ. ചുമ്മാ ഒന്ന് കറക്കി നോക്ക്, മകത്തേക്ക് ആവാണ്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ബ്രോ? നല്ല രസമുണ്ട് അല്ലേ? കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതാ അല്ലേ? നീ പേടിക്കൊന്നും വേണ്ട, അതിൻ്റെ കൈൻ്റെ അടുത്തൊന്നും എത്തൂല അത്. ഇല്ല അവിടം വരെ വരൂല, അതിന് മുമ്പ് നിൽക്കും. ഞാൻ വിടാൻ പോവാണ്, റിസ്ക് എടുക്കുന്നില്ല. അയ്യാ, വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റാണിത്. ഇതെല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മുടെ കമ്പിത്തിരി. ഇത് സിമ്പിൾ സാധനം. ബ്രോ ഇതാ നോക്കിയോ, 10 രൂപ 20 രൂപയൊക്കെയാണ്. ചെറുതാണ്, കുറച്ച് മരുന്നുള്ളൂ. അതിങ്ങനെ പിടിച്ചിട്ട് കത്തുന്നില്ലല്ലോ. ഇതാമാരെ നമ്മളെ പറ്റിച്ചു. അത് ഭയങ്കരമായി പോയി. എന്നാ അത്രയും നേരം കത്താണ്ട് സാധനം ഒറ്റ കത്തല്. നമ്മുടെ കുഞ്ഞൻ പൂത്തിരി നമുക്ക് വെച്ചിട്ട് ഗൈസ്, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഏറ്റവും അടിപൊളി സാധനമായിരുന്നു ഈ 10 രൂപേൻ്റെ ഈ സംഭവം. ഇത് നമ്മൾ കത്തിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി നമ്മൾ തീർക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പുറം കൂടി വാ, വേഗം ഓടി വാ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ലാസ്റ്റത്തെ ഇത് പൊട്ടിച്ചുകൊണ്ട് ഇതാ റെഡി. അപ്പോൾ ഹാപ്പി വിഷു എല്ലാവർക്കും. ഗൈസ്, അപ്പോൾ എല്ലാവരും സേഫായിട്ട് വിഷു ആഘോഷിക്കുക. അപ്പോൾ ആരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി വിഷു.